ആക്ടേഴ്സ് അനശ്വരമാക്കിയ ഒരു സീനാണ് ഞങ്ങൾ കണ്ടത്. ഈ ഷോട്ട് എടുത്തപ്പോൾ ഇത് എടുക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു എനിക്ക് ഈ മുട്ട് എൻ്റെ ചെറിയ പ്രശ്നമുണ്ട്, ഒരുപാട് നേരം മുട്ട് കുത്തി നിൽക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ചോദിച്ചു ഒരു മുട്ട് കുത്തി നിൽക്കണോ 2 മുട്ട് കുത്തി നിന്നാൽ വരും? അയ്യോ അല്ല, ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയാണ് സമ്മതം ചോദിക്കുക, ഒറ്റ മുട്ട നിൽക്കണം. അപ്പം ഞാൻ പറഞ്ഞു കാര്യം ചെയ്യും, ഒറ്റ ഷോട്ട് 2 ക്യാമറ വെച്ചോ 2 3 വെച്ചോ, ഒറ്റ പ്രാവശ്യം എടുക്കാവുള്ളൂ കേട്ടോ. അപ്പം ഞാനും ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി നമുക്ക് ഒറ്റ ഷോട്ട് ചെയ്യണം എന്നൊക്കെ ഏകദേശം ഞങ്ങൾ തമ്മിൽ പറഞ്ഞു ധാരണയുണ്ടാക്കി. അങ്ങനെ ചെയ്തതാണ്. പിന്നെ വീണിന് ശേഷം ഞങ്ങൾ ഈ കവളത്ത് കുത്തുന്നതൊക്കെ അന്നേരം അങ്ങനെ ചെയ്യുന്നതാണത്, അന്നേരം സംഭവിക്കുന്നതാണ്. ലീല ചേച്ചി ഒരു അത്ഭുത കഴിവുള്ളൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ ഇന്നലെയും വിളിച്ചിരുന്നു ചേച്ചിയെ. ഞാൻ വിളിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ എക്കോ എന്ന് പറഞ്ഞ സിനിമ കണ്ടു. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത് TV-യിലാണ്. അപ്പോൾ ആ സിനിമ കണ്ടപ്പോൾ ചേച്ചിയാണ് അതിനകത്തൊരു പ്രധാന കഥാപാത്രത്തിന് ശബ്ദം കൊടുത്തിരിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, അല്ല അവരെത്ര ഗംഭീരമായിട്ടാണ് അതിനകത്ത് സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടു കാണും പലരും. ആ നടി അഭിനയിക്കുന്ന നടി അവരുടെ മുഖം ഒരു പ്രത്യേക മുഖം ഉള്ള ഒരു എന്താ പറയുക, ഒരു വലിയ എക്സ്പ്രസീവ് അല്ല ആ ഫേസ്. പക്ഷേ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ അവർ പറഞ്ഞ ഡയലോഗിൽ കൂടിയാണ് ആ സിനിമ വികസിക്കുന്നത്. അപ്പോൾ ചേച്ചിയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. ചേച്ചിയുടെ അസാമാന്യമായിട്ടുള്ള വോയിസ് കൾച്ചറിങ്, വോയിസ് കൺട്രോളാണ് ആ കഥാപാത്രം അത്ര ഗംഭീരമായത്. ഞാൻ ചേച്ചിയെ വിളിച്ച് പറഞ്ഞു, ചേച്ചി അല്ലായിരുന്നെങ്കിൽ ആ കഥാപാത്രത്തെ നന്നാവില്ല എന്ന്. അപ്പോൾ ഈ നിമിഷം ചേച്ചിയെ പറ്റി ഇങ്ങനെ കാണിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. ഗംഭീര ആക്ട്രസ്സാണ്. അവരുടെ കൂടെ അവരെ ഞാൻ പണ്ട് പയ്യനായിരുന്ന കാലത്ത് KPSC നാടകം കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ നാടകം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്രയും സുന്ദരിയായൊരു നടി, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും സുന്ദരിയായ ഒരാളെ സ്റ്റേജിൽ കാണുന്നത്. അപ്പോൾ ചേച്ചിയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ചേച്ചി അന്ന് കാണാൻ ഭയങ്കര സുന്ദരിയായിട്ട് എനിക്ക് തോന്നിയെന്ന്. ഇപ്പം എന്താ മോശമാണോ? ഒട്ടുമല്ല, ഇപ്പം മോശമല്ല. ആ ഒരു സൗന്ദര്യം ശരിക്കുണ്ടോ എന്ന് നമുക്കൊന്ന് ചോദിച്ചാലോ? ലീല ചേച്ചിയോട് എന്ത് തോന്നുന്നു? ഇവിടെ ഉണ്ടോ? കുട്ടേട്ടനുണ്ടോ? ഞാനൊരു ചെറിയ സമ്മാനം തരികയാണ് കുട്ടേട്ടന്. ഹലോ, ഇന്നലെ കൂടി വിളിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞു. ഹലോ, ഞങ്ങളുടെ ലീല ചേച്ചീനെ ഇതൊന്നും അറിയാതെ ഞങ്ങളുടെ എന്നാലും പറയണ്ടായിരുന്നോ? ശരിക്കും കുട്ടേട്ടൻ അറിഞ്ഞിട്ടേ ഇല്ല ലീല ചേച്ചി ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഭയങ്കര പാത്ത് വെച്ച ലീല ചേച്ചി. ഞാനൊന്നും പറയലായിരുന്നു. ഇപ്പൊ കാണാതെ ഇത്രയും പറഞ്ഞതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷം. ഇങ്ങനെ പറഞ്ഞല്ലോ. അല്ല ലീല ചേച്ചി, കുട്ടേട്ടൻ പറയായിരുന്നു അന്ന് നാടകം കാണാൻ വന്നപ്പോ കണ്ടതിൽ ഏറ്റവും സുന്ദരിയായിട്ടുള്ള നടിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതേക്കുറിച്ച് കേട്ടിട്ടുണ്ട് ധാരാളം. അല്ല വേറൊന്നും അല്ല, ഈ പറഞ്ഞില്ലേ നമ്മുടെ ഈ പ്രപ്പോസൽ സീനൊക്കെ പൂക്കാലത്തിലെ ഇന്നത്തെ കുട്ടികൾ ചെയ്യുന്ന പോലെ അത്ര സ്വീറ്റ് ആയിട്ടാണ് രണ്ടുപേരും കൂടി. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഞങ്ങളുടെ ഇരിക്കുമ്പോൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നത് അങ്ങനത്തെ മേക്കപ്പായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ആ കഥകളെല്ലാം പറഞ്ഞു. എനിക്ക് സ്റ്റേറ്റ് അവാർഡ് ആദ്യത്തെ 2ാമത് വന്നപ്പോൾ ആദ്യത്തെ സിനിമയ്ക്ക് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇതുവരെ ഒരു അവാർഡ് കിട്ടില്ല. എനിക്ക് അതിശയം തോന്നി, ഇത്രയും കഴിവുള്ള ഒരു നടന് ഇത്രയും കാലമായിട്ട് ഒരു അവാർഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അത് ഈ കമ്മിറ്റി കൂടെ തോന്നണ്ടേ? ഈ കമ്മിറ്റിക്കാർക്ക് കൂടെ തോന്നണ്ടേ? എനിക്ക് വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇത് കിട്ടി, അവാർഡുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിളിച്ചു. എനിക്ക് വലിയ സന്തോഷം തോന്നി എന്ന് പറയുകയായിരുന്നു. അതൊരു വലിയൊരു അഭിമാനത്തിന്റെ ഒരു നിമിഷമാണ്. സത്യമാണ്. ഈ നിമിഷവും എനിക്ക് വളരെ 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 സന്തോഷം തോന്നുന്ന നിമിഷമാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചേച്ചി ഇവിടെ ഉണ്ടെന്ന്. എന്നോട് പറയരുത് എന്ന് പറഞ്ഞിട്ട് ഷംനാദേട്ടാ പറയരുത് എന്ന് പറഞ്ഞാണ് ലീല ചേച്ചിയെ കൊണ്ടുവന്ന ഒരു വലിയ സർപ്രൈസ് കുട്ടേട്ടനെ നൽകണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ അടങ്ങുന്ന ഒരു വലിയ സമൂഹത്തിന്റെ ഒരു ആഗ്രഹമാണ്. കുട്ടേട്ടന് ലീല ചേച്ചി ഓക്കെ ആണെങ്കിൽ മതി. കാരണം ഇന്നുള്ളതിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള 2 ആക്ടേഴ്സാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. കുട്ടേട്ടൻ ആ മേക്കപ്പിലൊന്നും അല്ലെന്ന് എനിക്കറിയാം, കഥാപാത്രത്തെ തന്നിലേക്ക് എത്തിക്കുകയാണെന്ന് പറഞ്ഞു. ഈ ഒരു സീന് ജസ്റ്റ് ഒരു 2 ഡയലോഗ് ഏട്ടാ. അത് എനിക്ക് പറ്റില്ല. എനിക്ക് ഒരിക്കൽ ഒരു കഥാപാത്ര ഡയലോഗ് പറയാൻ പറ്റത്തില്ല. അതൊരു പ്രത്യേക നിമിഷമാണ്. ഞാൻ അപ്പൊ ആ നിമിഷത്തിൽ പറഞ്ഞ സ്റ്റാർട്ട് ക്യാമറ എന്ന് പറഞ്ഞാല് ആ സ്റ്റാർട്ട് ക്യാമറ എന്ന് പറഞ്ഞ മുമ്പ് ഒരു നിമിഷമുണ്ട്. ആ നിമിഷം ഒരു 2 സെക്കൻഡ്.
പിന്നെ അങ്ങ് തുടങ്ങുകയാണ്. അങ്ങനെയാണ് അത്. എനിക്ക് ഒരിക്കലും പറ്റില്ല. എന്നാലും അച്ഛനെ പോലെ വളർന്ന് ഇതാ വലിയൊരു അഭിനേതാവായിട്ട് നിൽക്കുകയാണ് കുട്ടേട്ടൻ. വില്ലൻ ചെയ്യുന്നതാണോ, കുറച്ച് ഹാസ്യം കലർന്ന റോള് ചെയ്യുന്നതാണോ, കുറച്ച് ഇമോഷണൽ ചെയ്യുന്നതാണോ ചേച്ചിക്ക് കാണാൻ ഇഷ്ടം കുട്ടേട്ടല്ലേ? ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിലെ എല്ലാ കഥാപാത്രങ്ങളും വളരെയധികം നമുക്ക് വല്ലാതെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇത്രയൊക്കെ പിന്നെ ഒരു കാര്യം, നല്ലൊരു പാരമ്പര്യത്തിൽ കൂടി വന്നതാണ് അദ്ദേഹം. ഞാനൊക്കെ പിന്നെ അങ്ങനെയല്ല, ഒറ്റയ്ക്ക് കലാമണ്ഡലത്തിലെ ഡാൻസും ഒക്കെ പഠിച്ച് അങ്ങനെ വന്നെന്നുള്ളത്. അല്ല അങ്ങനെ പാരമ്പര്യം വേണമെന്ന്. അത് നമുക്ക് പണ്ടൊരു പ്രസിദ്ധിയായ നടിയോട് ചോദിച്ചു, ഒരു നടൻ അല്ലെങ്കിൽ നടിക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, 3 കാര്യങ്ങളാണ് വേണ്ടത്. 1 ഇമാജിനേഷൻ, 2 ഇമാജിനേഷൻ, 3 ഇമാജിനേഷൻ. അത് മതി. ഭാവന ഉണ്ടെങ്കിൽ ആർക്കും എന്തും എങ്ങനെ അഭിനയിക്കാൻ പറ്റും. നമ്മൾ ഭാവന ചെയ്യാൻ പറ്റണം. അതാണ് എന്തായാലും പൂക്കാലം എന്നതിൽ ദേശീയ അംഗീകാരം വരെ നേടി കുട്ടേട്ടൻ നിൽക്കുകയാണ്. അപ്പൊ ലീല ചേച്ചിയുടെ ഈ ഒരു സാന്നിധ്യത്തിൽ തന്നെയാണ് ഞങ്ങളുടെ ഈ ഒരു ചടങ്ങിലേക്ക് ഞങ്ങൾ ഇനി കടക്കാൻ പോകുന്നത്. ഈ ചടങ്ങ് നിർവഹിക്കാനായിട്ട് അഭിനയ ശ്രേഷ്ഠ പുരസ്കാരമാണ് ഞങ്ങളുടെ കേരള വിഷന്റെ ഭാഗത്ത് നിന്ന് കുട്ടേട്ടന് നൽകാൻ പോകുന്നത്. ഇത് നൽകാനായിട്ട് മറ്റൊരു ലെജൻഡിനെയാണ് ഞാൻ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. സംഗീത രംഗത്ത് അദ്ദേഹം തൊട്ടതെല്ലാം തന്നെ പൊന്നാക്കി മാറ്റിയ ആ ലെജൻഡിനെ, ആ ഒരു കുലപതിയെ, സംഗീതത്തിന്റെ കുലപതിയെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഒരുപാട് സ്നേഹത്തോടെ ആദരവോടെ നിറഞ്ഞ കൈയടി നൽകിക്കൊണ്ട് അമൃതവേണി കേരള വിഷൻ ടെലിവിഷൻ അവാർഡ്സ് 2025 വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഔസേപ്പ് ബച്ചൻ സർ. സർ പ്ലീസ്. ഒപ്പം തന്നെ ഞങ്ങളുടെ കുട്ടേട്ടന് പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ മിസ് ശ്രുതി വിജയൻ, ദ മാർക്കറ്റിംഗ് ഹെഡ്, ആൻഡ് മിസ്റ്റർ വൈശാഖ് എം, ഞങ്ങളുടെ ദ ബ്രാൻഡ് മാനേജർ ഫോർ ദ ക്യൂട്ടിസ് ഇന്റർനാഷണൽ, ഇരുവരെയും കൂടി ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ പ്രജീഷ് അച്ചാണ്ടി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തെ കൂടി സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കേരള വിഷന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തെ കൂടി ഞങ്ങളിവിടെ ഇതാ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഒരു അംഗീകാരം നൽകാനായിട്ട് ഞങ്ങളുടെ ഔസേപ്പ് ബച്ചൻ സാറാണ് ഞങ്ങളുടെ പൊന്നാട ചാർത്തി ഞങ്ങളുടെ അഭിനയ ശ്രേഷ്ഠ പുരസ്കാരം ഇവിടെ ഇതാ നൽകാനായിട്ട് ഒരുങ്ങുന്നത്. ഞങ്ങളുടെ ഔസേപ്പ് ബച്ചൻ സാറാണ് ഞങ്ങളുടെ പൊന്നാട ചാർത്തി ഞങ്ങളുടെ ഔസേപ്പ് ബച്ചൻ സർ, പ്ലീസ് ഡു ദി ഓണർ. പൊന്നാട ചാർത്തി അഭിനയ ശ്രേഷ്ഠ പുരസ്കാരം ഞങ്ങളിവിടെ ഇതാ നിറഞ്ഞ കൈയടി നൽകിക്കൊണ്ട് ഞങ്ങളുടെ അമൃതവേണി കേരള വിഷൻ ടെലിവിഷൻ അവാർഡ്സ് 2025 അഭിനയ ശ്രേഷ്ഠ പുരസ്കാരം ഞങ്ങളിവിടെ നൽകുകയാണ്. മലയാളത്തിന്റെ വിജയ രാഘവൻ, ഞങ്ങളുടെ കുട്ടേട്ടനുള്ള സ്നേഹമാണ് ഞങ്ങളിവിടെ ഇതാ നൽകുന്നത്. ഇനി ഞങ്ങളുടെ ഈ ഒരു പുരസ്കാരം നൽകുന്ന ഞങ്ങളുടെ മിസസ് ശ്രുതി വിജയൻ, മാർക്കറ്റിംഗ് ഹെഡ്, ആൻഡ് മിസ്റ്റർ വൈശാഖ്, ദ ബ്രാൻഡ് മാനേജർ ഫോർ ദ ക്യൂട്ടിസ് ഇന്റർനാഷണൽ, ഒപ്പം തന്നെ പ്രജീഷ് അച്ചാണ്ടി എന്നിവരും കൂടി ഞങ്ങൾ നൽകുകയാണ്. ടാപ്പി നൽകുന്ന ഒരു സ്നേഹം പ്രജീഷ് സാറ് കൈമാറുന്നു. ടാപ്പി നൽകുന്ന പ്രജീഷ് സർ, കൈലി ഡു ദി ഓണർ. ടാപ്പി നൽകുന്ന ഗിഫ്റ്റാണ്. ഇനി ഞങ്ങളുടെ പ്രശംസാപത്രം നൽകുന്നത് ക്യൂട്ടീസിന് വേണ്ടി ശ്രുതിയും വൈശാഖും ചേർന്നിട്ടാണ്. എഗെയിൻ കേരള വിഷന്റെ ഭാഗത്ത് നിന്നുള്ള അംഗീകാരം നൽകുന്നത് പ്രജീഷ് അച്ചാണ്ടിയാണ്. ഞങ്ങളുടെ ക്യൂട്ടീസിന്റെ ഭാഗത്ത് നിന്നും ഉള്ളത് ഞങ്ങളുടെ ഔസേപ്പ് ബച്ചൻ സാറും ശ്രുതിയുടെയും വൈശാഖിന്റെയും ഈ ഒരു ഞങ്ങളുടെ കുട്ടേട്ടന് വേണ്ടിയുള്ള അഭിനയ ശ്രേഷ്ഠ പുരസ്കാരം ഞങ്ങൾ ഈ ഒരു വേദിയിൽ വെച്ച് കൈമാറുകയാണ്. ഞങ്ങളുടെ അഭിനയ ശ്രേഷ്ഠ പുരസ്കാരമാണ് ഞങ്ങളുടെ ഈ ഒരു ഭാഗവാക്കാകാൻ ഇവിടെ എത്തിയ ശ്രുതി, വൈശാഖ്, ഒപ്പം തന്നെ പ്രജീഷ് അച്ചാണ്ടി സാറിനെ 3 പേർക്കും നല്ലൊരു നന്ദി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അറിയിച്ചുകൊണ്ട് തന്നെ സീറ്റിലേക്ക് ആനയിക്കുകയാണ്. ഔസേപ്പ് ബച്ചൻ സാറിനെ ഞങ്ങൾ സ്റ്റേ ബാക്ക് ചെയ്യിക്കുകയാണ്. പ്രജീഷ് സർ, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. ഒന്ന് നമുക്ക് ഫോട്ടോയും കൂടി ജസ്റ്റ് ലൈക്ക് വീൽ ഹാവ് പ്രജീഷ് സർ ഓൺ ടു ദി ഫ്രണ്ട്. സോ ഞങ്ങളുടെ ഇന്നത്തെ അഭിനയ ശ്രേഷ്ഠ പുരസ്കാരമാണ് കേരള വിഷന് വേണ്ടി ഇവിടെ ഇതാ കുട്ടേട്ടൻ സ്വന്തമാക്കുന്നത്. പ്രജീഷ് സാറിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ കുട്ടേട്ടൻ ഇതാ ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഔസേപ്പ് ബച്ചൻ സാറാണ് പൊന്നാട ചാർത്തിയത്. താങ്ക് യു സോ മച്ച് സർ ഫോർ ബീയിങ് ഹിയർ. താങ്ക് യു ശ്രുതി ആൻഡ് വൈശാഖ്. സോ ഔസേപ്പ് ബച്ചൻ സർ, കാരണം ഒരുപാട് ആത്മബന്ധം ഷെയർ ചെയ്യുന്നതാണ് എന്നൊക്കെ അറിയാം, എന്നാലും കുട്ടേട്ടൻ ഈ ഒരു അവാർഡ് വാങ്ങി ഈ നിൽക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത് പേപ്പറിൽ അറിഞ്ഞതാണ്, എങ്കിലും ഇതൊരു നിമിത്തമായിട്ട് ഞാൻ കാണുകയാണ്.
ഈ പടം പബ്ലിക്കായിട്ട് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ പ്രൊഡ്യൂസർ തോമസ് തിരുവല്ല ഒരു പ്രിവ്യൂ വെച്ചു. അന്ന് ഞാൻ മ്യൂസിക് വർക്ക് ചെയ്തതല്ല, പക്ഷെ കാണാൻ ക്ഷണിച്ചു. ഞാൻ പോയി ആ പടം കണ്ടു. പടം കണ്ട് എണീക്കുമ്പോൾ തന്നെ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി എന്നോട് കുശലൊക്കെ പറഞ്ഞു. എനിക്ക് ചേച്ചീനെ പെട്ടെന്ന് മനസ്സിലായില്ല. പടത്തിൽ കാണുന്ന പോലെയല്ലല്ലോ നേരിട്ട് കാണുമ്പോൾ. ആ പടത്തിൽ കഥാപാത്രമാണ്, നമ്മൾ അത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അന്ന് തോമസിനോട് ഞാൻ പറഞ്ഞു, എന്തൊക്കെ ഇത് ഓടുകയോ ഓടാതിരിക്കുകയോ അതൊക്കെ വേറെ കാര്യം, ഇതിനൊരു നാഷണൽ അവാർഡ് കുട്ടേട്ടൻ എന്നിപ്പോൾ ഞാൻ വിളിക്കുകയാണ്, കുട്ടേട്ടന് കിട്ടും എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞാണ്. മേ ബി എനിക്ക് തോന്നുന്നത് ഏറ്റവും ആദ്യം പറഞ്ഞ ആൾ ഞാനായിരിക്കും, സിനിമ കണ്ടിട്ട്. അതിനു മുമ്പ് ഡയറക്ടേഴ്സൊക്കെ പറഞ്ഞു കാണും ഇതിന് അവാർഡ് കിട്ടുന്നു. പക്ഷെ അത് ഞാൻ പറഞ്ഞാണ്. പക്ഷെ അതാണ് എൻ്റെ ഒരു അവകാശം. എനിക്കിന്നിവിടെ വരാൻ ഇതിന് അർഹതപ്പെട്ട അത്ര വലിയൊരു വ്യക്തിത്വം ഒന്നുമല്ല ഞാൻ ഇന്ന്, എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ. പക്ഷേ ഞാനത് വരുന്നതിന് എനിക്ക് ഇഷ്ടം തോന്നിയതിൻ്റെ കാരണം അതാണ്. പിന്നെ ഇദ്ദേഹത്തിനെ ഞാൻ മുമ്പ് കണ്ടപ്പോൾ ഇദ്ദേഹം വളരെ നല്ലൊരു മനസ്സിൻ്റെ, വളരെ സിൻസിയറാണ് തൻ്റെ ജീവിതത്തിലും എന്നെനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു 45 കൊല്ലം മുമ്പ് ഭരതേട്ടൻ്റെ കൂടെ ഒരു ഫംഗ്ഷനിൽ, അതിപ്പോൾ കുട്ടേട്ടൻ ഓർമ്മിക്കുന്നു എന്ന് എനിക്ക്, എൻ്റെ ആദ്യത്തെ പടം രണ്ടാമത്തെ പടം കഴിഞ്ഞിട്ടുള്ളൂ, ഒരു വേദിയല്ല ഒരു പാർട്ടി നടക്കുന്നു. അന്ന് എന്നെ നോക്കിയിട്ട് അകലുന്ന, അപ്പം എനിക്ക് അങ്ങനെ പരിചയമൊന്നുമില്ല, സിനിമയിൽ കണ്ടിട്ടേ ഉള്ളൂ. അപ്പം എന്നെ നോക്കിയിട്ട് വളരെ സൗഹാർദ്ദത്തോട് കൂടിയിട്ട് മനസ്സ് തുറന്ന് ചിരിച്ചു. ആ ഫേസ് ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഭരതേട്ടൻ എൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട്. ആ ചിരി ഇന്ന് ഇതുവരെയ്ക്ക് ഈ സ്റ്റേജിൽ ഈ നിൽക്കുന്ന നിമിഷം വരയ്ക്കും അദ്ദേഹവും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്, ഞാനും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഇദ്ദേഹത്തിനെ കുറിച്ച് പറയേണ്ടത് വേറൊന്നുമില്ല, ഒരുപാട് പറയുന്നില്ല, സമയം നീട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ വന്ന വഴിയൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ അദ്ദേഹത്തിൻ്റെ ഫാദർ തന്നെയാണ്, അച്ഛൻ തന്നെയാണ്. മലയാള നാടകരംഗത്ത് ഒരു പുതിയ പാത വെട്ടി മനുഷ്യനാണ് അദ്ദേഹം. അത്രയും വലിയ മഹാനായിട്ടുള്ള ഒരു നടൻ്റെ മകൻ. ഇതൊന്നുമില്ല, ഇതിൻ്റെ അപ്പുറത്തെ പുരസ്കാരങ്ങൾ ഓസ്കാർ വരെ കിട്ടാനുള്ള സാധ്യതയുള്ള, അർഹതയുള്ള ഒരാളാണ് ഇദ്ദേഹം. ഒരു പടത്തിലും അഭിനയിച്ച് കണ്ടിട്ടില്ല ഞാൻ. ഒരു പടത്തിലും ഇദ്ദേഹം അഭിനയിക്കാറില്ല. ഇദ്ദേഹം ആ കഥാപാത്രത്തിലൂടെ ജീവിക്കാറാണ് പതിവ്. ഒരൊറ്റ പടത്തിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടില്ല. അദ്ദേഹം ആ കഥാപാത്രമായിരിക്കും. നമുക്ക് വിജയരാഘവൻ എന്ന് പറഞ്ഞ ആക്ടറിനെ ആ സിനിമയിൽ കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പം നിങ്ങൾ കണ്ട ഈ കട്ടിങ്സ് കണ്ടില്ലേ ഇവിടെ, ഈ കട്ടിങ്സ്, ഈ പൂക്കാലം എന്ന് പറഞ്ഞ സിനിമ, നമ്മൾ ഇദ്ദേഹം ഇവിടെ നിന്നിട്ട് പോലും അദ്ദേഹത്തിന് ഓർമ്മ വരുന്നില്ലേ, നമ്മൾ ആ പൂപ്പിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ കഴിവ്, ഏത് റോളും. പിന്നെ ഒരു കാലത്ത് എനിക്ക് തോന്നണ ഇദ്ദേഹം എപ്പോഴേ ഇത്തരം സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യേണ്ടിയിരുന്ന ആളാണ്. അന്ന് കുറച്ച് വില്ലൻ വേഷവും കോമഡി വേഷമൊക്കെയാണ് തുടക്കകാലത്ത് കുറേ ചെയ്തിരുന്നത്. അതെനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അന്ന് നമ്മുടെ സീനിയർ തിലകൻ ചേട്ടനൊക്കെ ഉള്ളത് കൊണ്ട് അത് ആ റോളുകൾ അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ തന്നെ ഇദ്ദേഹത്തിന് ഇതേപോലെ അവാർഡുകൾ വാരിക്കൂട്ടേണ്ട ഒരുപാട് റോളുകൾ ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. അതായത് ഒരു യുണീക്ക് ആക്ടർ എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. പിന്നെ ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരു വാക്കും കൂടി പറഞ്ഞോട്ടെ. സാധാരണ എല്ലാ നടന്മാരും സെറ്റിൽ വന്നു കഴിഞ്ഞാൽ വിഗ് എടുത്ത് വയ്ക്കും അഭിനയിക്കാൻ, എല്ലാ നടന്മാരും കണ്ടിട്ടുണ്ട്. പക്ഷെ സെറ്റിൽ വന്നാൽ ഉള്ള ഇത്ര മനോഹരമായിട്ടുള്ള മുടി വടിച്ച് മൊട്ടയാകുന്ന ഒരു നടൻ ഇദ്ദേഹം മാത്രമാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇദ്ദേഹം നല്ല മുടിയുണ്ട് ഇദ്ദേഹത്തിന്. ഇദ്ദേഹം മിക്ക പടത്തിലും, അതായത് ഗ്ലാമറൈസ് ചെയ്ത് അഭിനയിക്കുന്നതിന് ഒരു മടിയും ഇല്ല അദ്ദേഹത്തിന്. പടത്തിൻ്റെ കഥാപാത്രത്തിന് എന്ത് വേണമെന്നോ അത് കറക്റ്റ്. ഞങ്ങൾക്കിത് കൂടുതൽ അറിയാൻ പറ്റും. നിങ്ങളെപ്പോലെ ഒരൊറ്റ പ്രാവശ്യമല്ല സിനിമ കാണുന്നത്. ഒരു റീ റെക്കോർഡിങ് ചെയ്യുമ്പോൾ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ ആവർത്തിച്ചൊരു 100 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കണ്ടാലും മടുപ്പ് വരില്ല ഇദ്ദേഹത്തിൻ്റെ റോൾ. ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ചെയ്ത പാപ്പച്ചൻ ഒളിവിലാണെന്ന് പറഞ്ഞ പടത്തിലെ ഒരു സീനുണ്ട്, ദേഷ്യത്തിൽ ഒരു നായിയെ വെടിവെക്കുന്ന സീൻ. പക്ഷെ ആ സീനൊക്കെ അഭിനയിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ പടമൊന്നും അങ്ങനെ ഓടിയിട്ടില്ല. അത് ഞാനൊരു 100 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. 100 പ്രാവശ്യം കാണുമ്പോഴും ആ സീൻ വരുമ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് പോകും. എല്ലാ പടത്തിലും അങ്ങനെ തന്നെ. അങ്ങനെ ഒരുപാട് എന്തെന്നാ പറയുക, ഈ അവാർഡൊന്നും അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴോ കിട്ടേണ്ട ഒരു അവാർഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പൂക്കാലം തുടരട്ടെ, ഇനിയും ഒരു വലിയ പൂമരമായിട്ട് ഒരുപാട് കാലം തഴച്ച് വളർന്ന് പൂത്തുലഞ്ഞ് നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
എൻ്റെ വാക്ക് നിർത്തുന്നു. താങ്ക് യു സോ മച്ച് സാർ. ഈ ഒരു മൊമെന്റിൽ താങ്ക് യു. ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു. ഇങ്ങനെ അവാർഡ് തന്ന ഈ കേരള വിഷൻ്റെ എൻ്റെ എല്ലാ പ്രവർത്തകരോടും എൻ്റെ നന്ദി ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു. ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാൻ പറ്റുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇതിൻ്റെ എൻ്റെ ഈ കുറേ സിനിമകളെല്ലാം കൂടി എഡിറ്റ് ചെയ്തിട്ട് അതിഗംഭീരമായിട്ട്, ഞാൻ ആളുടെ പേര് മറന്നു, ആരോ ഗംഭീരമായിട്ട് ഞാൻ ഇത്രയും ഭംഗിയായിട്ട് എൻ്റെ കുറേ സിനിമകൾ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് എല്ലാം കൂടെ ഗംഭീരമായിട്ട്. താങ്ക് യു സോ മച്ച്. ഈ ഒരു മൊമെന്റിൽ ഒരു സെക്കൻഡ് കൂടി ഞാനും വിട്ടുപോയ ഒരു കാര്യം പറയാം. ഓക്കെ. ഇന്ന് നമ്മളെല്ലാവരും കാണുന്ന ചാനലുകൾ, എല്ലാ ചാനലുകളും വളരെ ഫേമസ് ആണ്. പക്ഷേ ഈ ചാനലുകളെയെല്ലാം ഫേമസ് ആക്കുന്ന ഈ ചാനലുകളുടെയൊക്കെ തലതൊട്ടപ്പനായ കേരള വിഷൻ്റെ അവാർഡ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു അവാർഡാണ്. നമുക്ക് അഭിമാനിക്കുന്ന അവാർഡാണ്. അവർ പിന്നണിയിലായിരിക്കും, കേബിൾ ടി വി, അവരില്ലെങ്കിൽ ഒരു ചാനലും ഇല്ല. അപ്പം അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളൊരു അവാർഡാണ്. ആ കേരള വിഷനും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു മൊമെന്റിൽ ലെജൻസ് ആണ് വേദിയിൽ നിൽക്കുന്ന 3 പേരും. സോ ഞങ്ങളുടെ സ്വന്തം ലീല ചേച്ചിക്ക് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു സ്നേഹ സമ്മാനം നൽകുകയാണ്. കുട്ടേട്ടാ, ഒരു പൊന്നാട ചാർത്തി ലീല ചേച്ചീനെയും കൂടി ഈ ഒരു മൊമെന്റിൽ ഞങ്ങളൊന്ന് ആദരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മെമൻറ്റോ നൽകുന്ന ഔസേപ്പച്ചൻ സാർ ആയിരിക്കും. മെമൻറ്റോ നൽകി പൊന്നാട ചാർത്തി കുട്ടേട്ടനും ഔസേപ്പച്ചൻ സാറും കൂടി ഞങ്ങളുടെ സ്വന്തം KPSC ലീല എന്ന ഈ അതുല്യ പ്രതിഭയ്ക്ക് കേരള വിഷന്റെ ഭാഗത്ത് നിന്നുള്ള ഇന്നത്തെ അമൃതവേണി കേരള വിഷൻ ടെലിവിഷൻ അവാർഡ്സ് 2025ന്റെ ആദരം ഞങ്ങൾ ഇവിടെ ഇത് അറിയിക്കുകയാണ്. നിറഞ്ഞ കൈയടി നൽകിക്കൊണ്ട് ഞങ്ങളുടെ KPSC ലീല എന്ന ഈ അതുല്യ പ്രതിഭയ്ക്കുള്ള അംഗീകാരം ഞങ്ങൾ ഇവിടെ ഇത് അറിയിക്കുകയാണ്. ഔസേപ്പച്ചൻ സാറാണ് ഞങ്ങളുടെ മെമൻറ്റോ കേരള വിഷന്റെ ഭാഗത്ത് നിന്ന് നൽകുന്നത്. താങ്ക് യു. സോ ഇനിയും ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനം, ഞങ്ങളുടെ പ്രശംസാപത്രം, ഒപ്പം തന്നെ കേരള വിഷന്റെ ഭാഗത്ത് നിന്നുള്ള ഞങ്ങളുടെ ഉപഹാര സമർപ്പണം ഔസേപ്പച്ചൻ സാറും കൂടെ ചേർന്ന് ഇവിടെ ഇതാ നിർവഹിക്കുകയാണ്. പ്ലീസ്, ഞങ്ങളുടെ കേരള വിഷന്റെ ഭാഗത്ത് നിന്നുള്ള ഉപഹാരം ഔസേപ്പച്ചൻ സാർ നൽകുകയാണ്. KPSC ലീല എന്ന കേരളം കണ്ട ഏറ്റവും മികച്ച പ്രതിഭയ്ക്കുള്ള അംഗീകാരമാണ്. അഭിനയ മികവിനുള്ള ഏറ്റവും വലിയ അംഗീകാരം, ആദരം, സ്നേഹം ഞങ്ങൾ ഈ ഒരു വേദിയിൽ വെച്ച് ഇത് അറിയിക്കുകയാണ്. കുട്ടേട്ടനും ഞങ്ങളുടെ ഔസേപ്പച്ചൻ സാറിനും ലീല ചേച്ചിക്കും ടാപ്പി നൽകുന്നതും കൂടി സാർ ഞങ്ങളൊന്ന് ഹാൻഡ് ഓവർ ചെയ്യണം. ടാപ്പി നൽകുന്ന ഗിഫ്റ്റും കൂടി ലീല ചേച്ചിക്ക് ഒന്ന് കൊടുത്താൽ മതി സാർ. ലീല ചേച്ചിക്ക് വേണ്ടിയുള്ളൊരു സ്നേഹം ഞങ്ങളുടെ കേരള വിഷന്റെ ഭാഗത്ത് നിന്ന് അറിയിക്കുകയാണ്. കുട്ടേട്ടൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ലീല ചേച്ചി എല്ലാം മാറ്റിവെച്ച് ഇവിടെ ഓടിയെത്തി. അതിനുള്ള സ്നേഹവും നന്ദിയും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അറിയിക്കുകയാണ്. സോ ഔസേപ്പച്ചൻ സാറിനും കുട്ടേട്ടനും ലീല ചേച്ചിക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഈ 3 ലെജൻസിനെയും ഇവിടെ വീണ്ടും ഞങ്ങളുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ഞങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. നിറഞ്ഞ കൈയടി നൽകിക്കൊണ്ട് ഞങ്ങളുടെ അമൃതവേണി കേരള വിഷൻ ടെലിവിഷൻ അവാർഡ്സ് 2025 ഞങ്ങളിവിടെ ഇതാ ഞങ്ങളുടെ അഭിനയ ശ്രേഷ്ഠ പുരസ്കാരം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടേട്ടന്, ഞങ്ങളുടെ വിജയരാഘവന്, മലയാളത്തിൻ്റെ വിജയ തിലകത്തിന് നൽകിക്കൊണ്ട് ഞങ്ങളിവിടെ ഇതാ ഞങ്ങളുടെ പ്രോഗ്രാംസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഞങ്ങളുടെ അടുത്തൊരു കാറ്റഗറി, ഞങ്ങളുടെ ബ്ലോക്ക് ഓഫ് അവാർഡ്സിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവുകയാണ്. ഒരു ചെറിയ റിക്വസ്റ്റ് കൂടി ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ട്. ഞങ്ങളുടെ ഒരു ചെറിയ റിക്വസ്റ്റ് കൂടി നൽകാൻ പോവുകയാണ്. സോ അമൃതവേണി കേരള വിഷൻ ടെലിവിഷൻ അവാർഡ്സിൻ്റെ 2025 ഈ ഒരു അവാർഡ് ഏറ്റവും പ്രയർ ആയിട്ടുള്ള 3 കാറ്റഗറിയാണ്. കുട്ടേട്ടാ, ഞങ്ങളുടെ ഒരു 3 അവാർഡ്സ് കൊടുക്കാനായിട്ട് ഒന്ന് വേദിയിലേക്ക് എത്തണമെന്ന് ഞങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ലീല ചേച്ചീനെ ഞങ്ങളിതാ പ്ലേസ്ഡ് ആക്കുന്നു. ഔസേപ്പച്ചൻ സാർ, ലീല ചേച്ചി, കുട്ടേ